CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് മുസ്ലിം ലീഗിനെതിരെ മത്സരിച്ച പൊന്മുണ്ടത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിലെ 2 പേർ പങ്കിട്ടെടുത്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനായി CPM അവകാശവാദം ഉന്നയിച്ചു. പൊന്മുണ്ടം ജനകീയ മുന്നണി എന്ന പേരിൽ ഒന്നിച്ച് മത്സരിച്ച കോൺഗ്രസും CPM-ഉം പഞ്ചായത്ത് പിടിച്ചെടുത്തിരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, എന്തായാലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് CPM-ഉം കോൺഗ്രസും. ഇവിടെ പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് ആയിരുന്നു അവർക്ക് എതിരെ നിന്നത്. ഇപ്പോൾ പൊന്മുണ്ടത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിലെ 2 പേർ പങ്കിട്ടെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വിശദാംശങ്ങൾ ശിവദാസ്. സംസ്ഥാനത്ത് പല ഇടങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യ സഖ്യം നിലവിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്തിലും അതുതന്നെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഒരു ഭാഗത്ത് ഈ ഇന്ത്യ സഖ്യത്തിന് എതിരെ തന്നെ മുസ്ലിം ലീഗ് ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചായിരുന്നു മലപ്പുറത്ത് പൊന്മുണ്ടം പഞ്ചായത്തിൽ ജനകീയ മുന്നണി എന്ന പേരിൽ മത്സരിച്ചിരുന്നത്. ഈ പൊന്മുണ്ടം പഞ്ചായത്തിൽ 18 സീറ്റിൽ 13 സീറ്റിലും ജനകീയ മുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 5 സീറ്റാണ് ലീഗിന് ലഭിച്ചത്. ഇപ്പോൾ ഈ ജനകീയ മുന്നണിയിലും ഒരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് ഈ തർക്കം ഉണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ അതുകൊണ്ട് തന്നെ 2 ടേമായി 2 പേരെ പ്രസിഡന്റ് ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. R കോമുക്കുട്ടിയും PK ഹൈദ്രോസും ഈ 2 പേരെയും പ്രസിഡന്റ് ആക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. 2 പേരും കോൺഗ്രസ് നേതാക്കളാണ്. കോമുക്കുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ഹൈദ്രോസ് മാസ്റ്റർ DCC സെക്രട്ടറിയും ആയിരുന്നു. മുന്നണി മര്യാദ ലംഘിച്ചു കൂട്ടുകെട്ടുണ്ടാക്കിയെന്നാരോപിച്ച് DCC തന്നെ ഇരുവർക്കും എതിരെ നടപടിയും എടുത്തിരുന്നു. പക്ഷേ ഇതൊന്നും വകവെക്കാതെയായിരുന്നു ജനകീയ മുന്നണിയുടെ ഭാഗമായി ഇരുവരും മത്സരിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിൽ ഒരു തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും തങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഈ കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥാനാർത്ഥി കൂടി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. അതായത് കൃത്യമായി തന്നെ ഈ ജനകീയ മുന്നണിയിലും തർക്കം ഉടലെടുത്തിട്ടുണ്ട്. രൂക്ഷമായ തർക്കം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അധികാരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കം ഈ പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ 2 ടീമിൽ 2 പ്രസിഡന്റുമാരെ തീരുമാനിച്ചതും. അനിൽ നമ്പ്യാർ. CPM-ഉം കോൺഗ്രസും ഒന്നിച്ച മുസ്ലിം ലീഗിനെതിരെ മത്സരിച്ച പൊന്മുണ്ടത്ത് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിലെ 2 പേർ പങ്കിട്ടെടുത്തു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനായി CPM അവകാശവാദം ഉന്നയിച്ചു. പൊന്മുണ്ടം ജനകീയ മുന്നണി എന്ന പേരിൽ ഒന്നിച്ച് മത്സരിച്ച കോൺഗ്രസും CPM-ഉം പഞ്ചായത്ത് പിടിച്ചെടുത്തിരുന്നു. ശിവദാസ് കന്മനമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.